പാറശാല സമുദായപ്പറ്റ് JP ഭവനിൽ ജയരാജിൻ്റെ മകനാണ് ഷാരോൺ രാജ്. BSc റേഡിയോളജി അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു ഷാരോൺ. കോളേജിലേക്കുള്ള യാത്രയിലാണ് ഷാരോണും ഗ്രീഷ്മയും പരസ്പരം പരിചയപ്പെടുന്നത്. 2021 ഇവർ പരസ്പരം പ്രണയത്തിലാകുന്നത്. 2022 ഒരു പട്ടാളക്കാരനുമായി ഗ്രീഷ്മയുടെ വിവാഹം ഉറപ്പിച്ചിരുന്നു. എന്നാൽ ഷാരോണിൻ്റെ വീട്ടിൽ വെച്ചും വെട്ടുകാട് പള്ളിയിൽ വെച്ചും ഇരുവരും താലി കെട്ടി. പുതിയ വിവാഹാലോചനയിൽ ഗ്രീഷ്മ ആകൃഷ്ടയായതോടെ ഷാരോണുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ ഗ്രീഷ്മ ശ്രമിച്ചു. പക്ഷേ ഷാരോണിന് അതിന് സമ്മതമായിരുന്നില്ല. ഷാരോണിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന ചിന്തയിൽ ഗ്രീഷ്മ കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നു. 2022 ഒക്ടോബർ 14 ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിലെത്തി. സുഹൃത്ത് റെജിനും ഒപ്പമുണ്ടായിരുന്നു. ഗ്രീഷ്മ ഷാരോണിന് പാരക്വറ്റ് എന്ന കീടനാശിനി കലർത്തിയ കഷായം നൽകി. കഷായത്തിൻ്റെ കയ്പുരുചി മാറാനായി ജ്യൂസും നൽകി. അല്പസമയത്തിനുള്ളിൽ ഷാരോണിന് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും മുറിയിൽ ഛർദ്ദിക്കുകയും ചെയ്തു. വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്തും വഴിയിൽ പലതവണ ഛർദ്ദിച്ചു. തുടർന്ന് പാറശാല ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. തിരിച്ചു വീട്ടിലെത്തി അടുത്ത ദിവസം വായ്ക്കുള്ളിൽ വ്രണങ്ങൾ കാണപ്പെട്ടു. വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ അപ്പോഴേക്കും ഷാരോണിൻ്റെ ആന്തരിക അവയവങ്ങൾ തകരാറിലായി കഴിഞ്ഞിരുന്നു. ചികിത്സയിലിരിക്കെ ഒക്ടോബർ 25 ഷാരോൺ രാജ് മരിച്ചു. ഗ്രീഷ്മ സമർത്ഥയായ ഒരു കൊലപാതകയായിരുന്നു. സ്നേഹം നടിച്ചുകൊണ്ടാണ് അവൾ കാമുകനെ കൊലപ്പെടുത്തിയത്. സ്നേഹത്തോടെ ഗ്രീഷ്മ ഷാരോണിനെ തൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയും വിഷം കലർത്തിയ കഷായം നൽകുകയും ചെയ്തു. ചോദ്യം ചെയ്യുന്ന സമയത്തും വിചാരണ വേളയിലും ഗ്രീഷ്മയിൽ കണ്ട കൂസലില്ലായ്മയെ കുറിച്ച് പോലീസും കോടതിയും ഒരുപോലെ പറയുന്നു. താൻ ചെയ്ത പ്രവൃത്തിയിൽ അല്പം പോലും കുറ്റബോധമില്ലാത്ത ഒരു പെൺകുട്ടി. പഠനത്തിൽ സമർത്ഥ, അതിബുദ്ധിമതി. പക്ഷേ മനുഷ്യത്വമില്ലായ്മ, വിവേകമില്ലായ്മ കൊണ്ട് സ്വന്തം ജീവിതവും മറ്റൊരാളുടെ ജീവിതവും ഇല്ലാതാക്കിയവൾ. 2025 ജാനുവരി 20 കോടതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചു. അവൾ തൻ്റെ വിധി നിർവികാരതയോടെ കേട്ടുനിന്നു. കേരളത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ടാമത്തെ സ്ത്രീയാണ് ഗ്രീഷ്മ.